പക്ഷേ വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വാർത്തകൾ വരുന്നു. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ അത് നടക്കും. ആ, ഉക്രൈൻ സംഘർഷം, ഉക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചർച്ച. പക്ഷേ ഇന്ത്യക്ക് ആ ചർച്ച വളരെ നിർണായകമാണ്. കാര്യം ഈ ഉക്രൈൻ റഷ്യ സംഘർഷത്തിൻ്റെ പേരിലാണ് ഇന്ത്യ ഈ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത്. അവിടുന്ന് എണ്ണ വാങ്ങുന്നതൊക്കെ വിലക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ വന്നത് ഇതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ചർച്ചയിൽ നിന്ന്? അല്ല, ഒന്നാമത്തെ കാര്യം ഈ ട്രംപ് ആയതുകൊണ്ട് തന്നെ ട്രംപിന്റെ പിടിവാശിക്ക് മുമ്പിൽ എത്രയോ കാലമായിട്ട് റഷ്യ വഴങ്ങിയിട്ടില്ല. കാരണം ട്രംപ് അധികാരമേറ്റ ഉടനെ ഓടിയത് അവരുടെ നെഞ്ചത്തേക്കാണ്. അവരോട് പറഞ്ഞത് ഇതാ ഇപ്പോൾ യുദ്ധം നിർത്തണം എന്നാണ്. ട്രംപ് ഓടിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ആരും കേട്ടിട്ടില്ല. ട്രംപിന്റെ വാക്കിന് ഇപ്പോൾ ഈ പറഞ്ഞ പഴയ ചാക്കിന്റെ വിലയില്ല എന്നാണ് മലയാളത്തിൽ പറയുക. അപ്പോൾ ട്രംപ് ഉണ്ടാക്കുന്ന ക്രൈസിസിൽ ഇന്ത്യ വലിയ ആശങ്കയോടെ കാണേണ്ടതുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, ട്രംപിനേക്കാൾ വിശ്വാസ്യത ഇപ്പോൾ ഇന്ത്യക്കും മോദിക്കും ഉണ്ട്. പുതിയ ലോക സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇപ്പോൾ യുദ്ധം നിർത്തിയാൽ നല്ലതാണ്. അത് ഇന്ത്യയുടെയും നിലപാടാണല്ലോ. ഇന്ത്യ രണ്ട് പക്ഷത്തും സെലൻസ്കിയോടും പറഞ്ഞിട്ടുണ്ട്, പുടിനോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യുദ്ധം നിർത്തണം, ഞങ്ങൾക്ക് രണ്ടുപേരോടും സമദൂരമാണ്. യുദ്ധത്തിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സഹായം രണ്ടു കൂട്ടർക്കും ഞങ്ങൾ ചെയ്യില്ല എന്നുള്ള നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. യുദ്ധം നിർത്തിയാൽ നല്ലതാണ്, ഇതൊരു കാരണം നിമിത്തമായെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് പിന്നീട് ഇന്ത്യയെ ബാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തോന്നും യുദ്ധം നിർത്തിയാൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധകാലത്തും അതിനു മുമ്പും ഒക്കെ അമേരിക്ക എത്തി നിൽക്കുന്ന ഒരു ആഗോള സാഹചര്യം റഷ്യക്ക് നന്നായിട്ട് അറിയാം. ആത്യന്തികമായി റഷ്യ അമേരിക്കയെ അത്ര ഫ്രണ്ട്ലി ആയിട്ടൊന്നുമല്ല കാണുന്നത്. അത് എത്രയോ സമീപനങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഈ യുദ്ധം നിർത്തി എന്ന കാരണം കൊണ്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഇന്ത്യയും ആയിട്ടുള്ള വ്യാപാര ഇടപാടുകളിൽ വലിയ മാറ്റം വരുത്താൻ, കുറെ കൂടി ഫേവർ ചെയ്യാനല്ലാതെ, ഇന്ത്യയെ കൂടെ നിർത്താനല്ലാതെ ഇനിയുള്ള ലോകത്ത് റഷ്യ തയ്യാറാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ ഒരു ഒത്തുതീർപ്പിന്റെ സാധ്യത വളരെ കുറവല്ല മാഷെ. കാര്യം ഉക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ഒരു നാറ്റോ സഖ്യരാഷ്ട്രം തങ്ങളുടെ അയൽവക്കത്ത് വരുന്നത് റഷ്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവരെ ഈ ക്രിമിയ അടക്കം പിടിച്ചെടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ അവരുടെ അധിനിവേശം തുടങ്ങിയത് തന്നെ ആ ഒരു കാര്യത്തിലാണ്. അപ്പോൾ റഷ്യ അവരുടെ കടുംപിടുത്തത്തിൽ നിൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ പിന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരിക ഉക്രൈനോ അല്ലെങ്കിൽ അമേരിക്കയോ തന്നെ ആയിരിക്കില്ലേ? അല്ല, ഉക്രൈനും അമേരിക്കയും രണ്ടല്ലാന്നേ. നാറ്റോ സഖ്യത്തിൽ ഈ റഷ്യ എന്ന് തന്നെ പറയാവുന്ന, റഷ്യയുടെ അയൽ രാജ്യം എന്ന് പോലും പറഞ്ഞുകൂടാ. ഇപ്പൊ ക്രീമിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ റഷ്യയുടേതാണെന്നും ഈ യുക്രൈൻ ഞങ്ങൾ പുറത്താണെന്നും പറയുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ റഷ്യയുടെ തന്നെ ഒരു ഭാഗത്തെ നാറ്റോ സഖ്യത്തിന്റെ കൂടെ നിർത്താനുള്ള അമേരിക്കൻ കുതന്ത്രമാണ് സത്യത്തിൽ ഈ യുദ്ധത്തിന്റെ പിന്നിൽ പോലും. അതെല്ലാവർക്കും അറിയാം, അത് റഷ്യക്കും അറിയാം. അതുകൊണ്ടാണ് അമേരിക്കയെ വിശ്വാസത്തിലെടുക്കില്ല എന്ന് ഞാൻ പറയുന്നത്. പിന്നെ യുദ്ധം നിർത്തുക എന്നത് അമേരിക്കൻ സമ്മർദ്ദം കൊണ്ട് മാത്രമാവണമെന്നില്ല. യുദ്ധം നിർത്താൻ റഷ്യക്കും താല്പര്യമുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ക്രീമിയ നമ്മുടെ കാശ്മീർ പോലെയാണ്. ക്രീമിയ ഈ എത്നിക്കായിട്ട് തന്നെ റഷ്യൻസ് ആണ്. മാത്രമല്ല വിശ്വാസപരമായി ആ ഒരു പെർട്ടിക്കുലർ ക്രിസ്ത്യൻ മേഖലയാണ്. ആ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു എത്നിക് നെയിം എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അതൊരു പ്രത്യേക മീൻസ് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ, അത് റഷ്യയുടെ ആ പ്രദേശത്ത് ക്രിമിയയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തെ ക്രിസ്ത്യാനിറ്റി തന്നെയാണ് ഈ ക്രിസ്ത്യാനിറ്റി. എന്ന് വെച്ചാൽ എത്നിക്കായിട്ടും ഓരോ ഒന്നാണ്, പൊളിറ്റിക്കലായിട്ടും ഒന്നാണ്, നാഷണാലിറ്റി എന്നുള്ള നിലയിൽ ഒന്നാണ്, കൾച്ചറലി ഒന്നാണ്. അപ്പോൾ സത്യത്തിൽ വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടത്, ഈ ഉക്രൈനകത്ത് റഷ്യക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന റഷ്യൻ പട്ടാളത്തെക്കാൾ കൂടുതൽ ഉക്രൈനികൾ വരുന്നുണ്ട് റഷ്യക്ക് വേണ്ടിയിട്ട്. അപ്പൊ യുദ്ധം വേണമെങ്കിൽ റഷ്യക്ക് ജയിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരു മാസക്കറിന്, ഒരു കൂട്ടക്കൊലക്ക് അവർ തയ്യാറല്ല. കാരണം അതിലൊരു ബ്രദർഹുഡ് അവർക്ക് ഫീൽ ചെയ്യുന്നു. പരമാവധി പ്രകോപിപ്പിക്കുന്നുണ്ട്, ഒക്കെ പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്കറിയാതെ ഈ ജനതയെ നമ്മൾ അങ്ങനെ അവർക്ക് കൊല്ലാൻ കഴിയില്ല. കൊന്നാൽ റഷ്യയിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. റഷ്യ പ്രത്യേകിച്ച് ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ആ തകർച്ച പല രാജ്യങ്ങളായിട്ട് ചെതറിപ്പോയപ്പോൾ തന്നെ ഓരോന്നും എത്നിക് അടിസ്ഥാനത്തിലാണ് പെടുന്നത്. ഓർമ്മ ഓരോ രാജ്യം എടുത്ത് നോക്കൂ, ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, ഓരോന്നെടുത്താലും ഇവർക്കൊക്കെ തന്നെ ഓരോരോ എത്നിക് വംശത്തിന്റെ വംശീയതയും വിശ്വാസപരമായ കൾച്ചറും ആണ് അവരെ വേറിട്ട് പോകാൻ പ്രേരിപ്പിച്ചത്. അതില് റഷ്യയും ഈ ക്രീമിയയും ഒക്കെ തമ്മിലുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ക്രീമിയക്കാരെ കയറിയിട്ട് ബലമായി പിടിച്ചെടുത്ത് കൊന്നൊടുക്കാനും അറ്റാച്ച് ചെയ്യാനൊന്നും റഷ്യക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ അത് ചെയ്യാൻ അവരുടെ മനസ്സ് അനുവദിക്കില്ല. പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇപ്പൊ ആരെക്കാളും ഉപരി ഇപ്പൊ ഇന്ത്യയുടെ ആവശ്യമായി മാറിയേക്കാം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ ഉപരോധം, അമേരിക്കയുടെ ഈ താരിഫ്, അതിനു മുമ്പിൽ അമേരിക്കയെ നിലക്ക് നിർത്തണമെങ്കിൽ റഷ്യ യുദ്ധം അവസാനിപ്പിച്ചിട്ട്
ഇന്ത്യയോട് കുറെ കൂടി അടുത്ത് നിൽക്കണം, അടുത്ത് നിർത്തണം എന്ന് ഇന്ത്യക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു ചിത്രം തെളിഞ്ഞു വരും. അതിലൊരു പ്രധാനപ്പെട്ട കക്ഷി ഇപ്പോഴും ഈ ആവശ്യമുള്ള നേരത്ത് മാത്രമേ പുറത്തു വരുള്ളൂ. അത് നമ്മൾ പറയുന്ന ചൈനയാണ്. അതെ, ഇന്ത്യ, ചൈന, റഷ്യ, ഈ ഈ എന്താണ് പറയുക, ത്രിമൂർത്തികൾ ഉണ്ടല്ലോ. ഇപ്പോൾ ത്രിമൂർത്തികൾ തന്നെയാണ്. ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചാൽ ഇന്ന് ലോക രാഷ്ട്രീയത്തിൽ നയതന്ത്രപരമായി എടുക്കാവുന്ന നിലപാടുകൾ എളുപ്പമാണ്. അതുകൊണ്ടിപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുന്ന ആലോചിക്കുമ്പോൾ അതിലൊരു ചൈനീസ് ഇടപെടലുണ്ടാകും. പ്രത്യേകിച്ച് ഈ ഷാങ്ഹായിലെ കോപ്പറേഷൻ സമ്മിറ്റും കൂടി നടക്കാൻ പോവുകയാണല്ലോ. മോദി അങ്ങോട്ട് പോകുന്നുണ്ട്, പുടിൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വെച്ചോ അല്ലെങ്കിൽ ആ സമ്മിറ്റിൻ്റെ പരിസരത്ത് വെച്ചോ ഒക്കെ കുറെ കൂടി കൂടിയാലോചനകൾ നടക്കുമായിരിക്കും അതിൽ. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാലാമത്തെ എലമെൻറ്റ്, ഈ അച്ചുതണ്ടിലേക്ക് ജപ്പാൻ കൂടി വരുന്നുണ്ട്. അത് ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിന് രണ്ട് കാരണം. ഇന്ത്യയുമായി കൾച്ചറലി ഒത്തുപോകുന്ന, ആത്മീയമായി ഒത്തുപോകുന്നൊരു ശക്തിയാണ്. അമേരിക്കയോട് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നയതന്ത്രപരമായി പെരുമാറുമ്പോഴും അമേരിക്കയോട് പൊറുക്കാനാവാത്ത ഒരു ചരിത്രം സൂക്ഷിക്കുന്ന നാടാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് മാറിയിട്ട് റഷ്യയും ചൈനയും ഇന്ത്യയും ജപ്പാനും ഒക്കെ ചേർന്നുള്ള ഒരു വൻ ശക്തിയാണ്. ഫ്രാൻസിനും വിരുദ്ധാഭിപ്രായമുണ്ട്. ഫ്രാൻസ് പക്ഷേ പ്രത്യക്ഷത്തിൽ ഈ മുന്നണികൾ കൂടെ നിൽക്കുന്നില്ല. കാരണം അവർക്ക് യൂറോയുടെ താല്പര്യങ്ങൾ വേറെയാണ്, അതിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ എങ്കിൽ പോലും ആ ഗ്രൂപ്പിൽ നിന്ന് ഭിന്നിച്ച് മറ്റൊരു സ്വരം ഫ്രാൻസ് പുറപ്പെടുവിച്ചല്ലോ. അമേരിക്കക്കും യു കെക്കും ഒക്കെ എതിരായിട്ടുള്ള നിലപാടെടുത്തില്ലേ, അതൊരു പ്രധാനപ്പെട്ട നിലപാടാണ്. പിന്നെ യു കെയും പഴയ പോലെ അല്ല. യു കെയും ഇപ്പോൾ അമേരിക്കയുടെ സഖ്യകക്ഷിയല്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ ലോകരാഷ്ട്രീയത്തിൽ ട്രംപ് നല്ല സംഭാവന കൊടുക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ട്രംപ് വലിയ സംഭാവന കൊടുക്കുന്നുണ്ട്. ട്രംപിനെ പോലൊരാൾ ഈ നിർണായകമായ ഘട്ടത്തിൽ അമേരിക്കക്കെതിരായ ഒരു ലോക മുന്നണി, അല്ലെങ്കിൽ ലോകത്തിലെ സമാധാന പ്രേമികളും വികസനദാഹികളും, അങ്ങനെയാണല്ലോ നമ്മൾ വികസ്വര രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ. വികസിതം എന്ന് പറഞ്ഞ അലങ്കാരമൊന്നും നമുക്ക് ആവശ്യമില്ല, പക്ഷെ ഒരുപാട് നമ്മൾ മുന്നേറിയിരിക്കുന്നു. വികസിത രാജ്യങ്ങളുടെ കുറേയേറെ ലക്ഷണങ്ങൾ ഇന്ത്യയും ആർജിച്ചിരിക്കുന്നു. അപ്പോൾ മാത്രമല്ല, അതുകൊണ്ട് തന്നെ വികസിത രാജ്യങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. ഇപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യ വേണം തോന്നുന്നത് ചെറിയ ചെറിയ താല്പര്യങ്ങളുടെ പേരിൽ അവർക്ക് ഇന്ത്യയോട് കലഹിക്കണം തോന്നുമ്പോഴും ആഫ്റ്റർ ഓൾ എല്ലാത്തിനും മീതെ ഇന്ത്യയുമായി അടുപ്പം വേണം, സൗഹൃദം വേണം തോന്നുന്നുണ്ടല്ലോ. അത് അമേരിക്കൻ വിപത്തിനെ അവർ കാണുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സംശയം വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയം വേണ്ടെന്ന് വെച്ചാൽ ആശങ്കയ്ക്ക് വകയില്ല. സോർട്ട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ പ്രേമൻ പറഞ്ഞ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചില ആശങ്കകൾ തോന്നാം. സോർട്ട് ഔട്ട് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു ശക്തി ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. ഇപ്പോൾ ഈ ചർച്ച അതിൽ നിർണായക ഒരു വഴിത്തിരിവുണ്ടായത്, നേരത്തെ ട്രംപ് എടുത്ത നിലപാട് പുടിനും സെലൻസ്കിയും കൂടി ചർച്ച നടത്തിയിട്ട് മതി എന്നോടുള്ള ചർച്ച എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ വിലപേശൽ ശക്തി അങ്ങ് കുറഞ്ഞെന്ന് തോന്നുന്നു. കാര്യം ട്രംപ് തന്നെ ചർച്ചയ്ക്ക് സന്നദ്ധമായി ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ വില പോയിന്നേ. ട്രംപിന് എവിടെയാണ് വിലയുള്ളത്? ലോകരാഷ്ട്രീയത്തിൽ ട്രംപ് ഇപ്പോൾ എടുക്കാത്തൊരു നാണയമാണ്. ട്രംപിന് മനോരോഗ ചികിത്സ വേണമെന്ന് ട്രംപിന്റെ നാട്ടുകാർ തന്നെ വ്യാപകമായി പറഞ്ഞു തുടങ്ങി. ട്രംപിനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ മീഡിയ. മൊത്തത്തിൽ കണ്ടില്ലേ എത്ര കാർട്ടൂണുകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി, BBC-യിൽ അതിനെക്കുറിച്ച് മാത്രം ഐറ്റം വന്നിരുന്നു. ഞാൻ രാവിലെ കണ്ട റീലില് ട്രംപ് ഇങ്ങനെ ഇരുന്ന് എക്സിക്യൂട്ടീവ് ഓർഡർ ഒപ്പിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു എലി പോകും, അപ്പോൾ എലിക്കെതിരെ താരിഫ്. അങ്ങനെ ഭീതിയാണ്, ഒരുതരം ഫോബിയ ബാധിച്ചിട്ടുണ്ട് അയാൾക്ക്. ആരോടൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ഒരു മനോനില ശരിയല്ലാത്ത. ട്രംപ് ഏറ്റവും ഒടുവിൽ ചെയ്ത മാരകമായ പാതകം ആലോചിച്ച് നോക്കും. ആ മനുഷ്യനെ അധികാരത്തിലേറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പാടുപെട്ടതാരാ? അവിടുത്തെ ഏറ്റവും വലിയ മുതലാളി മസ്കിനെ പോലും പിണക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സ്ഥലകാല ബോധമില്ല എന്നല്ല എൻ്റെ അർത്ഥം. മസ്ക് സർവ്വവും അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ചതാണ് ട്രംപിനെ ഒരിക്കൽ കൂടി അധികാരത്തിലേറ്റാൻ. അപ്പോൾ മസ്കിനെ തിരിച്ചറിയാത്ത ഒരാൾക്ക് പിന്നെ റഷ്യയെ തിരിച്ചറിയോ, ചൈനയെ തിരിച്ചറിയോ? അപ്പോൾ മസ്കിന് ഇന്ത്യ നല്ലൊരു വിപണിയായിരുന്നു, അതും ഇപ്പോൾ അടച്ചു വെച്ചേക്കുക. അപ്പോൾ മസ്കിന് ദേഷ്യം കൂടും. മാത്രമല്ല ഇന്ത്യ സമാന്തര വിപണികൾ തേടുമ്പോൾ തീർച്ചയായിട്ടും മസ്കുമൊക്കെ ആയിട്ട് പുതിയ ചർച്ചകൾ ആരംഭിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. യു കെയുമായി പുതിയ കരാർ ഒപ്പിട്ടില്ലേ? അതിൽ ഗുണവും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും കരാർ ഒപ്പിട്ടല്ലോ. ലോകരാജ്യങ്ങൾ കുറെ കൂടി പ്രതീക്ഷയോടെയും കുറെ കൂടി സൗഹൃദത്തോടെയും ഇന്ത്യയെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ മതി. എനിക്ക് തോന്നുന്നു പുടിൻ ട്രംപും തമ്മിൽ കണ്ടാൽ പോലും പ്രത്യേകിച്ചൊന്നും ഇന്ത്യക്കെതിരായി സംഭവിക്കുമെന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല.